ഇപ്പോ എന്നോടും പവിത്രയിടത്തോടും കാണിക്കുന്ന സ്നേഹത്തിന് പിന്നിലും അയാളല്ലേ? എന്നാ പിന്നെ നിന്നെ ഇന്നു മുതൽ ഞാൻ വെറുത്തു തുടങ്ങാടി. എന്നെ വെറുത്താലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നീ ഉണ്ണേട്ടനെ വഞ്ചിക്കരുത്. നിർത്തടി. ഈ താലി കഴുത്തിലിട്ടോണ്ട് ഞാൻ അഴിഞ്ഞാടി നടക്കില്ല. വേണ്ടാത്ത ചിന്തകളുമായിട്ട് നടക്കില്ലാന്ന്. നനഞ്ഞടം കുഴിക്കുവാ നീ ഇപ്പൊ. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യോ? എനിക്കതിനൊന്നും അറിയില്ല. ഞാനതൊന്നും പഠിച്ചിട്ടുമില്ല. വീട് വിട്ട അമ്പലം, അമ്പലം വിട്ട വീട്, അങ്ങനെയാ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊന്നും ദഹിക്കില്ല. എന്താ അങ്ങനെ കാണാൻ പാടില്ലാത്ത കാഴ്ചകള്? അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ നിന്റെ നെറ്റിയിൽ സിന്ദൂരം ഉണ്ടായിരുന്നില്ല, കഴുത്തില് താലിയും. ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോഴും അങ്ങനെ തന്നെ. സിന്ദൂരം ഇടാത്തത് പോട്ടെ, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് താലി അഴിച്ചു വെക്കൂ? അങ്ങനെ വെക്കാൻ നീ ഉണ്ണേട്ടനായിട്ട് ബന്ധം പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിനക്കൊരു അവസരം തന്നപ്പോ നീ അത് നല്ലപോലെ മുതലാക്കുന്നുണ്ട്. ഞാൻ മുതലാക്കുമല്ല. നിന്റെ പോക്ക് കാണുമ്പോ ഉണ്ണേട്ടന്റെ മുഖം എന്റെ മനസ്സില്. ഭർത്താവ് അറിയാതെ അന്യപുരുഷനൊപ്പം നീ കറങ്ങി നടക്കാന്നറിഞ്ഞ ആത്മാഭിമാനമുള്ള ആണുങ്ങള് നിന്റെ കഴുത്ത് കണ്ടിക്കും. എന്നാ പോയി പറഞ്ഞു കൊടുക്കടി. ഉണ്ണിയേട്ടൻ എന്റെ കഴുത്ത് കണ്ടിക്കട്ടെ. പിന്നെ നിന്റെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. നിനക്ക് പിന്നെ ആഗ്രഹിച്ച ആളുടെ കൂടെ ജീവിക്കാലോ. നീ മരിച്ചാലും നിന്നെ ഉണ്ണിയേട്ടൻ കൊന്നാലും നീ വിചാരിക്കുന്ന രീതിയിലുള്ള പെണ്ണല്ലടി ഞാൻ. നിന്റെ ഗണത്തിൽപ്പെട്ട ഒരുത്തി അല്ല. എന്താ ഇവിടെ ഒരു സംസാരം? എന്താ ഇവള് പറയുന്നത്? ഒന്നുമില്ല അപ്പച്ചി. കുറച്ചു ദിവസമായിട്ട് എല്ലിന്റെ എണ്ണം കൂടി നടക്കുവാ പെണ്ണ്. വാരിയെല്ലിന് കട്ടി കൂടിയിട്ടുണ്ട്. അതിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണാനും ഉണ്ട്. നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോ തട്ടിക്കേറോ ഇവള്. അടിച്ച് വെളിയിൽ കളഞ്ഞിരുന്നെങ്കിലേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഒരു തരത്തിലും ഒഴിഞ്ഞു പോകാത്ത ചില ആത്മാക്കളുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാ അത് സാധാരണ മന്ത്രവാദികളെ കൊണ്ടൊന്നും ഒഴിപ്പിച്ചു വിടാൻ പറ്റില്ല. അങ്ങനെ ഒരുത്തിയാ എവളും. അതുകൊണ്ട് സംസാരത്തിന്റെ ശൈലിയൊക്കെ മാറ്റണം മോളെ. സംസാരത്തിനിടയ്ക്ക് മോന്തക്കിട്ടൊരു തട്ട്, വയറ്റിലൊരു തൊഴി, അതൊക്കെ വേണം. എന്നാലേ ഇവളൊക്കെ മര്യാദ പഠിക്കും. എന്റെ മര്യാദയ്ക്ക് ഒരു കുഴപ്പമില്ലമ്മേ. ഞാൻ നേരായ മാർഗത്തിലാ മുന്നോട്ട് പോകുന്നത്. നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നു പോലും. അങ്ങനെ പറഞ്ഞാലേ നേരായ മാർഗം വന്ന് നിന്നെ തല്ലിയിട്ട് പോകും. കണ്ടോ ഇപ്പൊ ഒരു കൊച്ചു ആശുപത്രി കിടക്കുന്നത്? അങ്ങനെ എല്ലാവരും കിടപ്പിലാകും. അതാ ഈ നേരായ മാർഗത്തിന്റെ പ്രത്യേകത. നീ വേഗം ഹോസ്പിറ്റലിൽ പോ നോക്ക്. ആശുപത്രിയിലോട്ട് തന്നെയാണോ നീ പോകുന്നേ? അല്ല, എനിക്കൊരാളെ കാണാനുണ്ട്. ഇവക്കിനി വേറെ വല്ല കാമുകന്മാരും ഉണ്ടോ? അത് എനിക്കല്ല. അവള് രണ്ടും കൽപ്പിച്ചാണല്ലോ മോളെ. കൊന്നു ചോണാക്കുഴി തള്ളേണ്ടി വരുവോ? അനുനയത്തോടെ നിക്കണം. എന്നിട്ട് സ്വഭാവം മാറിയില്ലെങ്കിൽ അത് വേണ്ടി വരും അപ്പച്ചി. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ പലതും നേരിട്ട് കണ്ടവളാണല്ലോ. പിന്നെ വിജിത ഒരുപാട് മാറുകയും ചെയ്തു. അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ടെന്ന് ഉറപ്പിച്ചതുകൊണ്ടാ സാറിനെ കാണാൻ വന്നത്. അവൾ
എന്തൊരു പെണ്ണാണ്. ഒരേ സമയം രണ്ടുപേരെയാ ചതിച്ചിരിക്കുന്നത്. രണ്ടല്ല, മൂന്ന് പേരെ. മൂന്നാമത്തെ ആൾ കാർത്തു തന്നെ. കുട്ടിക്കാലം മുതല് കാർത്തുവിനായി പറഞ്ഞു വെച്ച ഉണ്ണി ഒരു ഡോക്ടറായപ്പോ അവളും കരുണനൊക്കെ ജയിലിൽ കിടന്ന ഒരുത്തിനെ മാറുന്നു. പിന്നെ ഉണ്ണിയെ നേടിയെടുക്കാൻ വേണ്ടി വളഞ്ഞ വഴിയൊക്കെ സ്വീകരിച്ചു. അതിന്റെ ബലം ഇപ്പൊ അനുഭവിക്കുന്നത്. ഈ ദീപൻ എന്ന് പറയുന്ന ആള് ശരിക്കും എങ്ങനെയാ? അയാൾ ഒരാളെ കൊന്നിട്ടുണ്ടല്ലോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി അങ്ങ് പറയാം. വിജിതയാണ് യഥാർത്ഥ കൊലയാളി. അവള് ചെയ്ത തെറ്റ് അവളെ ജീവന് തുല്യം സ്നേഹിച്ചതുകൊണ്ട് ദീപൻ അത് ഏറ്റെടുക്കുകയായിരുന്നു. കൃത്യമായ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തവനെ അവൾ നിസ്സാരമായിട്ട് വഞ്ചിച്ചത്. എനിക്കിപ്പോ അവളോടൊപ്പം ആ വീട്ടിൽ പോലും കഴിയാൻ തോന്നുന്നില്ല. അതും അപകടം തന്നെയാ. ദീപന് ഉണ്ണിയേട്ടനെ അറിയില്ലേ? അറിയാം. അവൻ ഉണ്ണിയുടെ പേഷ്യന്റ് ആയിരുന്നല്ലോ. എന്നാ വിജിതയും ദീപനും തമ്മിലുള്ള ബന്ധം ഉണ്ണിക്കറിയില്ല. ഉണ്ണിയേട്ടന്റെ ഭാര്യയാണ് വിജിത എന്ന് ദീപൻ അറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി? മറ്റൊരു കൊലപാതകം കൂടി നടക്കും. ഈ തവണ ദീപൻ നേരിട്ട് വന്ന് വിജിതയെ കൊല്ലും. അവൻ വീണ്ടും ജയിലിലേക്ക് പോവുകയും ചെയ്യും. അതറിയാവുന്നതുകൊണ്ട് ഈ വലിയൊരു സത്യം ഞങ്ങൾ മൂടി വെച്ചത്. ജയിലിൽ കിടക്കേണ്ടവനല്ല ദീപൻ. നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ പറഞ്ഞൊരു ചെറുപ്പക്കാരന്. വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിക്കൊപ്പം കറങ്ങുന്ന അയാളോട് എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു. ഇപ്പോ ആ ദേഷ്യം സഹതാപമായി. ഇതൊന്നും ആരുടെയും കുറ്റമല്ല കാർത്തു. ഇവിടെ നമ്മുടെ സമൂഹത്തില് പല കൊള്ളരുതായ്മയും നടക്കുന്നുണ്ട്. കണ്ണേട്ടനെ പോലെ തന്നെ പലരും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന പ്രകൃതി ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വിധി പിന്തുടരും. പലരുടെയും ജാതകം മാറ്റി എഴുതുന്നവരുടെ പിന്നാലെ. യഥാർത്ഥ സംഭവം ദൈവം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒക്ടോബർ 25 വരെ ഈ നാടകങ്ങളിൽ തുടരും. അത് കഴിഞ്ഞാലോ? ആ ഡേറ്റ് കഴിയുമ്പോ ആരൊക്കെ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല. ആ ദിവസം അവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്, ദീപന്റെയും വിജിതയുടെയും. സാറിത് എന്തൊക്കെയാ പറയുന്നേ? ദീപന്റെ കണ്ണിൽ വിജിത ഒരു ഭാര്യയല്ല. സിന്ദൂരം തുടച്ചു കളഞ്ഞിട്ട് താലി അഴിച്ചു വെച്ചിട്ടാ അവള് പലപ്പോഴും ദീപന്റെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവൻ കെട്ടിയൊരു താലി അവളുടെ കഴുത്തിൽ വീഴുമെന്ന് ദീപം വിശ്വസിക്കുന്നു. ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ദീപം വിഷമിക്കുന്നത് ഞങ്ങളുടെ വിഷമം. കരുണനും മോൾ ഇപ്പൊ അനുഭവിക്കുന്നതൊക്കെ അവരർഹിക്കുന്ന തന്നെ. മരണക്കളിയെ കാർത്തു ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഒന്നെങ്കിൽ കരുണന്റെ ആൾക്കാർ ദീപനെ കൊല്ലും. ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ശ്രമം നടന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ദീപൻ കരുണനെയും മോളെയും ഭാര്യയും തീർക്കും. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ഉണ്ണി കാർത്തുവിന്റെ അരികിലേക്ക് വരും. ഇനിയുള്ള കാലം കാർത്തുമതി ഭാര്യയെന്നും പറഞ്ഞു. വിവാഹം കഴിച്ച ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു ചെല്ലില്ല സാർ. വിജിതയെ കല്യാണം കഴിച്ചോളാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞത് ഞാനാ. അത് ഒരിക്കലും നിരാശയുള്ളൊരു പെണ്ണിന്റെ സങ്കടത്തോടെയുള്ളൊരു പറച്ചിലായിരുന്നില്ല. ആത്മാർത്ഥതയോടെ തന്നെയാ പറഞ്ഞത് എനിക്ക് ഉണ്ണിയേട്ടനെ വേണ്ടാന്ന്. അതിന് ഒരു കാരണവുമുണ്ട്. അതേപ്പറ്റി പക്ഷെ ഞാൻ പറയില്ല. ഇനിയൊരു വിവാഹം വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കാനുള്ള കാരണം അതാ.
നമുക്ക് വീട്ടിൽ പോവാം. മോളുടെ കാര്യമൊക്കെ ചെറിയച്ഛനെ തീരുമാനിക്കുന്നേ. മോളുടെ പനിയൊക്കെ മാറിയാ പോവാം. ഉം? മോള് പോണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് എന്താ കാർത്തു പറ്റിയത്? വീട്ടിൽ പോയിട്ട് വന്നപ്പോ മുഖം വീണ്ടും ഇരുണ്ടു കൂടിയിട്ടുണ്ടല്ലോ. നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. ഇതാദ്യമായിട്ടാ മോൾ എന്തൊക്കെയോ മൂടി വെക്കുന്നത്. ഏടത്തെ ഏത് നേരവും അതേപ്പറ്റി സംസാരിക്കണ്ട. ചോദിച്ചാലും ഞാനൊന്നും പറയില്ല. അതെന്താ പറയാൻ പാടില്ലാത്ത കാര്യമാണോ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്നത്? ചിലപ്പോഴായിരിക്കും. ഇങ്ങനെ പറയുമ്പോഴാ അറിയാനുള്ള ആവേശം കൂടുന്നത്. ചില കാര്യങ്ങളൊന്നും അങ്ങനെ തുറന്നു പറയാൻ പാടില്ല എടുത്തി. വിജിതയാണ് പ്രതി. അവള് മോളുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ആഹാ, മിടുക്കിയായിട്ടുണ്ടല്ലോ. എഴുന്നേറ്റപ്പോ മുതല് പോണെന്ന് പറയാ. അതിനെന്താ, പോവാലോ. ഞാൻ പോയി ഡോക്ടറോട് സംസാരിച്ചു. മോൾ ഓക്കെ ആണെന്നും പറഞ്ഞു. ഇവളെന്താ എത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നേ? മോളുടെ മുഖം ഇപ്പൊ അങ്ങനെയാ. മോൾക്ക് ഇപ്പൊ ചിരി വരാറേ ഇല്ല. അയാൾ എവിടെയും കയറി ഇറങ്ങുന്നുണ്ടല്ലേ, ആ കൃഷി ഓഫീസർ. പിന്നെ അയാൾ ഇങ്ങനെ നിരാശനാക്കേണ്ട കാര്യമുണ്ടോ കാർത്തു? ഉണ്ണിയേട്ടന്റെ കാര്യം നോക്കിയാ മതി. വിജിതയെ ശ്രദ്ധിച്ചാ മതി. ഇനി ഞാനൊന്നും പറയുന്നില്ല. എടത്തി, ഇറങ്ങാൻ നോക്ക്. വാ മോളെ, ചെറിയമ്മ എടുക്കാം. വേണ്ട ചെറിയമ്മ, ഞാൻ നടന്നോളാം. വാ. എങ്ങനെയുണ്ട് മോളെ? പനിയൊക്കെ മാറിയോ? ഒരു ദിവസം കൂടി മോള് അധികം കിടന്നതല്ലേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റു ചിലരെയാ ചികിത്സിക്കേണ്ടത്. വാ മോളെ. കാർത്തു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, വാ. എന്താ പവിത്രടത്തി അവൾക്ക് പറ്റിയത്? എനിക്കറിയില്ല വിജിതെ. കാർത്തു നന്ദനമോൾക്ക് കൂട്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റെവിടെയൊക്കെയായിരുന്നു. വിവാഹപ്രായം എത്തിയിട്ടും വീടിനകത്ത് തളയ്ക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് എല്ലാവരോടും ഒരു ദേഷ്യം ഉണ്ടാവും. അതാണ് അവളും പ്രകടിപ്പിക്കുന്നത്. കാർത്തുവിന് അങ്ങനെ ഒരു നിരാശയൊന്നുമില്ല ഉണ്ണി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അരുൺ സാറിന് അവള് തള്ളിക്കളയോ? ഞാൻ ഉണ്ണിയേട്ടനെ വിവാഹം കഴിച്ചതില് അവൾക്ക് എന്തോ അമർഷമുണ്ട്. അത് വിജിതയുടെ വെറും തോന്നലാ. ഉണ്ണി ഒരു സമയത്ത് വേണ്ടെന്ന് പറഞ്ഞത് കാർത്തുവാ. ഇനിയിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് അവളെ വിവാഹത്തിന് പ്രേരിപ്പിക്കണം നടത്തി. ഇപ്പൊ പഴയ കാർത്തു അല്ല അവള്. അടക്കം ഒതുക്കുള്ളൊരു പെണ്ണുമല്ല. എന്ത് കണ്ടാലും പ്രതികരിച്ചു തുടങ്ങി, ഉച്ചത്തിൽ സംസാരിക്കാനും. അത് അത്ര നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞത് ശരിയാ പവിത്രടത്തി. അവൾ ഓരോ ദിവസം കഴിയുന്തോറും എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ അവളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ അതേപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്നാ
വ്യക്തമായിട്ട് മറുപടി ഒന്നും തന്നിട്ടില്ല. ഞാനത് പിടിച്ചെടുത്തോളാം. കാർത്തുവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വിജിതയെ പറ്റി സംസാരിക്കുമ്പോഴാണ് ഇപ്പൊ അവൾക്ക് ദേഷ്യം കൂടുതൽ. കാർത്തുവിന് എന്തെങ്കിലും നീരസമുണ്ടോ വിജിതയോട്? ഏയ് ഒന്നുമില്ല. അല്ല, കാര്യമില്ലാതെ കാർത്തു ആരോടും പിണങ്ങാറില്ല, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്കൊന്നും അറിയില്ല. ഉണ്ണിയേട്ടനും ഞാനും തമ്മിൽ ജീവിക്കുന്നത് കാണുമ്പോ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്വഭാവക്കാരിയല്ല അവളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ വീട്ടിൽ വന്ന് ഇത്രയും നാളിനിടയ്ക്ക് കാർത്തു ഇതുപോലെ നിരാശയും ദേഷ്യവും അനുഭവിച്ച സമയം ഉണ്ടായിട്ടില്ല. കണ്ണേട്ടൻ ജയിലിലേക്ക് പോയപ്പോ അവൾ ഒരുപാട് കരഞ്ഞു. എന്നാ ഇപ്പൊ അതുപോലെയല്ല. ഒരേ സമയം ഭയവും സങ്കടവും എല്ലാം ഉണ്ട്. കാർത്തുവിന്റെ മനസ്സ് നൊന്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിന് വിജിതയുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കാണുമ്പോ അവൾ ഇത്രയും വെറുപ്പോടെ ഓരോന്ന് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. പെൺകുട്ടികളായ ഇത്ര അഹങ്കാരം പാടില്ല ഉണ്ണിയേട്ടാ. അരുൺ സാറുമായി എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് നിർബന്ധിക്കുന്നതിന്റെ പേരിലാ കാർത്തു എന്നെ വെറുക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? അവക്കിവിടുന്ന് പോവാൻ മനസ്സില്ല. ഏതു നേരം ഉണ്ണിയേട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത് തെറ്റായി എടുക്കണ്ട. ഒരു ഭാര്യയുടെ ആശങ്കയാ അത്. സ്വന്തം ഭർത്താവ് കൈവിട്ട് പോവെന്നുള്ള പേടി. നിന്റെ ചിന്തയൊന്നും ആ വഴിക്ക് പോകണ്ട വിജിതേ. കാർത്തൂന് അങ്ങനെ ഒരു ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും? അവൾ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനാ ഉണ്ണിയേട്ടൻ. ഇടയ്ക്ക് ഉണ്ണിയേട്ടനെ വേണ്ടെന്നൊക്കെ പറഞ്ഞു കാണും. അത് സാധാരണ പെൺകുട്ടികൾ ഒരു ചടങ്ങിന് വേണ്ടി പറയുന്നതാ. എന്നാ അവരുടെ മനസ്സങ്ങനെ ആവണമെന്നില്ല. ഈ സംസാരം ഇനിയൊരു വഴക്കിലേക്ക് പോകണ്ട. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ഇനി കാർത്തും പവിത്രടുത്തൊക്കെ ശ്രമിക്കുമെന്നാ എന്റെ പേടി. അതിനുവേണ്ടി ചിലപ്പോ കള്ളക്കഥകൾ വരെ ഉണ്ടാക്കിന്ന് വരും. അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇത് മുൻകൂട്ടി നീ പറഞ്ഞതുകൊണ്ട് ആ ബോധത്തോടെ ഞാൻ അവരുടെ സംസാരം എടുക്കൂ. നിന്നെ വിട്ടിട്ട് എനിക്കിനിയൊരു ജീവിതമില്ല. അത്രത്തോളം നീ മാറിക്കഴിഞ്ഞു. ഇപ്പോഴീ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയല്ല. ദുർവാശിയും നിർബന്ധ ബുദ്ധിയൊക്കെ ഉള്ളത് കാർത്തൂന് തന്നെയാ. അതുകൊണ്ട് സ്വന്തം തെറ്റുകളൊക്കെ മനസ്സിലാക്കി നല്ലൊരു ഭാര്യയാകാനും മരുമകളാകാനും ശ്രമിക്കുന്ന നിന്നെപ്പറ്റി ഇനി എന്ത് ആരോപണം കേട്ടാലും ഞാൻ വിശ്വസിക്കില്ല. നേരിൽ എന്തെങ്കിലും കണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ ചോദ്യം ചെയ്യൂ. നിനക്ക് കുറച്ചു ദിവസമായി എന്നോട് ഒരു സ്നേഹമില്ലല്ലോ. എന്തൊക്കെയോ നിന്നെ അലട്ടുന്ന പോലൊരു തോന്നൽ. അതേപ്പറ്റി ചോദിച്ചാൽ നീ ഒന്നും മിണ്ടുന്നുമില്ല. ഞാൻ സ്നേഹിച്ചിട്ടും കാർത്തൂന്റെ ഭാവിയെപ്പറ്റി ഓരോന്ന് പറഞ്ഞിട്ടും അവൾ എന്റെ വാക്ക് കേൾക്കുന്നില്ല ഉണ്ണിയേട്ടാ. എന്നെ ഒന്ന് പരിഗണിക്കുന്ന പോലുമില്ല. അതെനിക്ക് സങ്കടമായി. ഉണ്ണിയേട്ടൻ കണ്ണേട്ടനെ ഒന്ന് ജയിലിൽ പോയി കാണണം. എന്നിട്ട് കാർത്തൂന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറയണം.
എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വന്നാ മതിയായിരുന്നു. ഞാനും ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു കണ്ണേട്ടനെ. നാളെ രാവിലെ തന്നെ പോവാം. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്?